അൻവറിന്റെ നയങ്ങൾ വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ്. നിലമ്പൂരിൽ ഇനി ആര് ഭരിക്കും എന്നുള്ളത് അൻവറിനെ പിന്തുണച്ചുകൊണ്ടായിരിക്കും ഇനി നിൽക്കുന്നത്. LDF-ൽ നിന്നും കൂറുമാറി കോൺഗ്രസിലേക്ക് ചേക്കേറിയ അൻവർ ഇപ്പോൾ കോൺഗ്രസിന് വലിയ സ്ഥാനമില്ലാതെ നിൽക്കുകയാണ്. അൻവറിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി വിവിധ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിലും വലിയ വിള്ളലുകൾ വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും UDF-ഉം തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അൻവറിന്റെ തുറന്നു പറച്ചിലുകൾ വലിയ പ്രതിസന്ധികൾക്കാണ് കാരണമായിരിക്കുന്നത്. അൻവർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ LDF-ഉം അതുപോലെ തന്നെ പിണറായി സർക്കാരും വളരെയധികം മോശമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പിണറായി സർക്കാരിനെ താഴെയിറക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും അൻവർ വ്യക്തമാക്കി. അതിനുവേണ്ടി കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ് അൻവർ. എന്നാൽ കോൺഗ്രസിൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ തമ്മിലടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂർ വിഷയത്തെ ചൊല്ലി. UDF വേറൊരു സ്ഥാനാർത്ഥിയും തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത് അൻവറിനെ നിർത്തണമെന്നുള്ളതാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഏത് രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതും വളരെയധികം വ്യക്തമാണ്. അൻവർ പല സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് എന്ന് പറയുമ്പോഴും LDF-നെതിരെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ UDF-ലെ പല മേധാവികൾക്കെതിരെയും ശക്തമായ രീതിയിൽ തന്നെ ഇനി പറയുമെന്നും PV അൻവർ വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ PV അൻവറിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുകയാണ്. തുണിയടിച്ച സത്യങ്ങൾ ഇനി ജനങ്ങളോട് പറയും എന്നുള്ളതാണ് PV അൻവർ അവകാശപ്പെടുന്നത്. എന്നാൽ കോൺഗ്രസിലും LDF-ലും UDF-നകത്തും നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് അൻവറിന് ഇനി വ്യക്തമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അൻവറിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അൻവർ നേരിടുന്നത് എന്നുള്ളതും വ്യക്തമാക്കണം. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്ന വ്യക്തിയാണ് അൻവർ. വർഷങ്ങളായി നീണ്ടുനിന്ന ആര്യാടന്റെ കുത്തകയായിരുന്ന നിലമ്പൂരിനെ പിടിച്ചെടുത്തതും അൻവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അൻവറിനെ അവിടെ നിർത്താത്തത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അൻവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സീറ്റ് കൂടിയായിരുന്നു നിലമ്പൂരിലുള്ളത്. എന്നാൽ കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നു. എന്തായാലും ഇനി നിലമ്പൂരിന്റെ വിധി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ. UDF സഹകരിപ്പിച്ചില്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നതിൽ സംശയമില്ലെന്ന് മുൻ MLA കൂടിയായ PV അൻവർ വ്യക്തമാക്കുകയാണ്. ഷൗക്കത്ത് എങ്ങനെ UDF സ്ഥാനാർത്ഥിയായി എന്നതും VD സതീശനെ കുഴിയിൽ ചാടിച്ചവരെ കുറിച്ചെല്ലാം ആ ഘട്ടത്തിൽ താൻ പറയുമെന്നും അൻവർ ആഞ്ഞടിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PV അൻവർ. ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പിണറായി സർക്കാരിനെ താഴെയിറക്കുക എന്ന ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള ലക്ഷ്യത്തിന് അതൊരു തടസ്സമേ അല്ല. അത് മറ്റൊരു വിഷയം കൂടിയാണ്. അത് വേണമെങ്കിൽ തുറന്നു പറയുമെന്നും അൻവർ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ ആകാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് താൻ തുറന്നു പറച്ചിൽ നടത്തുമെന്നും അൻവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. K. സുധാകരൻ, രമേശ് ചെന്നിത്തല, K. മുരളീധരൻ തുടങ്ങിയ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. ഇതിൽ കോഴിക്കോട് DCC നേതൃത്വം ബന്ധപ്പെടുകയും ചെയ്തു. ലീഗ് നേതാക്കളും ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? PV അൻവർ നഗ്നനായി നടക്കുകയാണ്. അഴിച്ചുവെച്ച മുണ്ടും ഷർട്ടും ധരിക്കണം. മറ്റ് മാന്യതകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത്. അദ്ദേഹവുമായി വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ സംബന്ധിച്ച് സതീശനെ UDF ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അക്കാര്യം പ്രഖ്യാപിക്കുന്നുമില്ല. സതീശനുമായി എനിക്ക് രാഷ്ട്രീയ ബന്ധം വളരെ കുറവാണ്. കൂട്ടത്തിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചൊരുങ്ങും പിടിച്ച ഒരുത്തനാണോ ഞാനെന്നും KC വേണുഗോപാലിനോട് ചോദിക്കും. ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും അൻവറിനെ എന്തുകൊണ്ട് സതീശൻ പ്രഖ്യാപിക്കാത്തത് എന്നും എനിക്കറിയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ് കുളം കലക്കുന്നില്ല. വസ്തുതകൾ വെച്ച് സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട്. കേരളത്തിലെ വലിയൊരു വിഭാഗം ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പട്ടിണി കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും പറയേണ്ട ഘട്ടത്തിൽ വിശദീകരിക്കാം. സതീശനെ ആരാണ് പറ്റിച്ചതെന്നും എങ്ങനെ പറ്റിച്ചതെന്നും പറയും. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ. അദ്ദേഹത്തെ ഈ കുഴിയിൽ ചാടിച്ച 1-2 ആളുകളുണ്ട്. അത് നിലമ്പൂരിലെ ജനങ്ങളോട് പറയും. അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്.